പറയല്ല, നിന്നെ ഇല്ലാതാക്കാൻ ലോകം ശ്രമിച്ചാൽ എൻ്റെ ദൈവം പറയുന്നു അതിന് നടുവിൽ പരിഹാസത്തിന് നടുവിൽ ഞാൻ നിന്നെ ഉയർത്തും. നീ ഒരു പാട്ടുകാരിയാകുമെന്ന് യേശു പറഞ്ഞാൽ ലോകം പറയും ഇല്ല. പക്ഷെ യേശു പറഞ്ഞാൽ ഒരു സ്വാദമില്ലാത്ത, ഒരു ഈണവുമില്ലാത്ത, ഒരു സംഗതിയുമില്ലാത്ത നിന്നെ അതുള്ളവനാക്കി മാറ്റാൻ ദൈവം വിശ്വസ്തന. നീ ഒരു പ്രസംഗകനാകുമെന്ന് ദൈവദാസന്മാർ വിളിച്ചു പറഞ്ഞാൽ, പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞാൽ, ഒരുപക്ഷെ കേൾക്കുന്നവൻ കളിയാക്കും. അയ്യോ, ഇവൻ പ്രവാചകനോ, ഇവൻ പ്രസംഗകനോ, ഇവൻ പാട്ടുകാരനോ. പാട്ടെന്നറിയാത്തവൻ പാടുമോ? പ്രസംഗമെന്നറിയാത്തവൻ പ്രസംഗിക്കുമോ? ബൈബിൾ വായിക്കാൻ അറിയാത്തവൻ പ്രസംഗിക്കുമോ? ലോകം കളിയാക്കും, കൂട്ടുകാർ കളിയാക്കും, ബന്ധുക്കൾ കളിയാക്കും. എന്നാൽ യേശു പറയുന്നു, ഇല്ലായ്മയിൽ നിന്ന് സർവ്വതും വിളിച്ചു വരുത്തി പറയുന്നു, ഞാൻ നിന്നെ ഒരു ആയുധമാക്കി മാറ്റും, ഞാൻ നിന്നെ ഒരു തീക്കഷണമാക്കി മാറ്റും. എനിക്കറിയില്ല ആരോടാന്ന് ഇതിനകത്ത് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്നെ ദൈവം ഒരു പ്രസംഗകനാക്കി മാറ്റും, നിന്നെ ഒരു പാട്ടുകാരനാക്കിയോ പാട്ടുകാരിയാക്കിയോ മാറ്റും, നിന്നെ ഒരു സുവിശേഷകനാക്കി മാറ്റും. അത് ദൈവത്തിന്റെ ദൗത്യമാ. എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്ക് സാധിക്കില്ല എന്ന് നീ പറയല്ലേ. ഒരുപക്ഷെ നീ പറയും, ഞാൻ വിക്കന. മോശ പറഞ്ഞ പോലെ പറയാ, വിക്കന, ഞാൻ തടിച്ചു നാവുള്ളവനാ. പക്ഷെ ദൈവം പറയാ, നിന്റെ നാവെ തടിച്ചിട്ടുള്ളൂ, എന്റെ കൈക്ക് പ്രവർത്തിക്കാൻ കഴിവുണ്ട്. ഓ, പ്രൈസ് ദി ലോർഡ്. നീ വാ തുറക്കുമ്പോൾ പറയേണ്ടത് ഞാൻ തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ബാല മരിച്ചിട്ടില്ല എന്ന് യേശു പറഞ്ഞാൽ ലോകം പറയും മരിച്ചു. ഇനി ശവക്കോട്ട പണിയ്, ഇനി കല്ലറ പണിയ്, ഇനി കല്ലറയിലേക്ക് വെക്കാനുള്ള ഈ ശവം കിളച്ചേണ്ട പെട്ടി വാങ്ങിക്കുന്ന ലോകം പറയും. പക്ഷെ യേശു പറയും, ഇറങ്ങി പുറത്ത് ബാല എഴുന്നേക്ക്. പ്രൈസ് ദി ലോർഡ്. നീ തീർന്നുവെന്ന് ലോകം പറയുന്നിടത്ത്, എഴുതി വെച്ച് ആരംഭിക്കാൻ പോകുക ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ കൂടി ആരംഭിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ മുൻപിൽ ദൈവം ചില വാതിൽ തുറക്കുക.